ഹായ് ഗൈസ്, നമ്മൾ ഇന്നലെ പറഞ്ഞുകൊണ്ട് നമ്മൾ രാവിലെ ജെടെക്കിലോട്ട് പോകട്ടെ AC ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ വന്ന് വണ്ടി എടുത്തു. ഞങ്ങൾ ഇന്നലെ രാത്രി വണ്ടിയുടെ സീറ്റും കാര്യങ്ങളെല്ലാം അഴിച്ച് ഫുള്ള് മാറ്റി. കാര്യം നമ്മൾ അവിടെ പോയിട്ട് പുഷ് ബാക്ക് സീറ്റ് വേറെ കയറ്റുന്നതുകൊണ്ട് നമ്മുടെ ഈ സീറ്റ് തിരിച്ച് കൊണ്ടുവരാൻ വരുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, മൊത്തം അഴിച്ചു വെച്ചിട്ട് പോയി. ഇപ്പം ഡ്രൈവർ സീറ്റും സൈഡിലത്തെ കൊച്ചൊരു ഡ്രൈവർ സീറ്റില്ലേ, അത് രണ്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അഴിച്ചു വെച്ചു. പിന്നെ നമ്മളിപ്പോൾ രാവിലെ പോകുന്ന ഓൾറെഡി ആലപ്പുഴ ഷോറൂമിലോട്ടാണ് പോകണം കേട്ടോ. ആലപ്പുഴ ഷോറൂമിലോട്ട് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ആ വഴി നേരെ നമ്മൾ ഇവിടെ ജിങ്കേസ് വരേണ്ട അങ്ങോട്ട് പോവാം. അവിടെ 1.5 ദിവസം മാക്സിമം 2 ദിവസം വർക്കുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തന്നെ എന്ന് വണ്ടി എടുത്ത് അവിടുന്ന് ജോഷി കൊണ്ട് കൊടുക്കും. അപ്പോൾ ആ 2 ദിവസത്തെ അപ്പോഴത്തെ ഏതെങ്കിലും വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. കാര്യം നേരെ വണ്ടി ഇട്ടതുള്ളൂ. അപ്പം ഇതാണ് പറയുന്നത്, നമ്മൾ നേരെ വണ്ടിക്ക് അത് കാണിച്ചു തരും. നല്ല സീറ്റ് അയച്ചിട്ട് സ്പേസ് ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇതേ കിടക്കുന്ന നമ്മൾ ചേർക്കാം. കണ്ടോ, നമ്മൾ സീറ്റ് മൊത്തം അഴിച്ചു കേട്ടോ. എനിക്ക് എല്ലാ സീറ്റും അഴിച്ചു മാറ്റിട്ടുണ്ട് മൊത്തം. ഇപ്പം ഒരു സീറ്റ് എന്ന് പറയുക 2 സീറ്റ്. ഈ 2 സീറ്റ് വെച്ചേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്യപ്പയ്ക്ക് എനിക്കും പോകാൻ വേണ്ടി മാത്രം ഇടാം 2 സീറ്റ് വെച്ചേക്കണം. അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് വേറെ വണ്ടി എടുക്കാം. വല്യപ്പ ഇപ്പം ഇങ്ങോട്ട് വരും. അങ്ങനെ ഫൈനലി വണ്ടി എടുക്കുവാണ്. ഞാൻ റീജാൻ്റെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. വണ്ടി പോയിട്ട് 2 മാസം കഴിഞ്ഞ് വരത്തുള്ളൂ. പക്ഷേ നമ്മൾ ചെറുക്കനെ കൊണ്ട് അങ്ങനെ നേരെ ഇനി പോയിട്ട് വരാം. അതിനിയും പുതിയൊരു ലുക്കിലായിരിക്കും ഇനി വരുന്നത്. നമ്മളങ്ങനെ ഓടി ലാസ്റ്റ് ഷോറൂം എത്തിട്ടോ. നമ്മുടെ ആലപ്പുഴ കല്ലൂരുള്ള ഷോറൂം കേട്ടോ. അതുകൊണ്ട് ഇവിടെ നമ്മൾ എത്തിയേക്കുന്നത്. നമ്മുടെ വണ്ടി ഇപ്പം അവിടെ അകത്ത് കൊടുത്തു. അത് ജസ്റ്റ് ഒന്ന് ട്രയൽ അടിക്കാൻ പോയത് കേട്ടോ, എന്തെങ്കിലും ഇതുകൊണ്ട് നോക്കാനായിട്ട്. അപ്പം നേരെ ഇവിടെ കൊടുത്ത് ബാക്കി പരിപാടി കാണിക്കാം. ഗൈസ്, അങ്ങനെ വണ്ടിയുടെ ട്രയലിംഗ് എല്ലാം ഓടിക്കുന്നതിന് പോയിരിക്കും കേട്ടോ. നമുക്കൊന്നും ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതിനകത്ത്. എന്നിട്ട് നമുക്ക് നേരെ AC ആയിട്ട് പോകണം. വല്യപ്പ വണ്ടിയിൽ അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് വല്യപ്പതായിരിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് കൂടെ മാറ്റി കേട്ടോ. ഈ ഒരു ചെറിയൊരു പാട് ഈ ഗ്ലാസ് മേടിച്ചപ്പോഴുണ്ട്. അപ്പം പുതിയ ഗ്ലാസ് ഫുൾ സെറ്റോടെ മാറ്റി കേട്ടോ. ആ ഒരു പീസ് മാത്രമേ തന്നെ മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫുൾ സെറ്റോടെ കമ്പനി തന്നെ നമുക്ക് തരാമെന്ന് പറഞ്ഞത്. ആ സംഭവം അഴിച്ചുകൊണ്ടിരിക്കുക. ഈ വണ്ടിക്കൊക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഗ്ലാസ്സൊക്കെ ഈ ഒരു പീസ് അഴിച്ച് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുന്നു പറഞ്ഞു. പക്ഷേ അതിൻ്റെ അങ്ങനെയല്ല, അതിൻ്റെ ഫുൾ സെറ്റോടെ വരുന്നത്. ആ ഒരു ഗ്ലാസ് മാറ്റാൻ വേണ്ടി നമ്മൾ വന്നേ. ഇത് മാറ്റിയിട്ട് നേരെ ഇനി AC ആയിട്ട് വേണ്ടി പോകും. നമ്മുടെ പഴയ ഗ്ലാസിൻ്റെ പ്രശ്നം ഈ പാട് കണ്ടോ. ഇത് എന്തിട്ട് ഇവിടെ വെക്കാൻ പോകുന്ന ഗ്ലാസ്സാണ് വെല്ലിപ്പട ഇരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു സാധനം മാത്രം മാറ്റിയാൽ മതി. പക്ഷേ ഈ ഒരു സാധനം മാത്രം മാറ്റാൻ പറ്റത്തില്ല ഈ പുതിയ മോഡൽ ഗ്ലാസിനകത്ത്. അതുകൊണ്ട് അവർ ഫുൾ സെറ്റോടെ മാറ്റി തന്നെ നമുക്ക് കേട്ടോ. ഇതിനി ഇവർക്ക് അയച്ചു കൊടുക്കും കമ്പനിക്കാർക്ക് തിരിച്ച്. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ജെടെക് AC കയറ്റിടത്തിന് എത്തിയേട്ടോ. ഇവിടുന്ന് വണ്ടി നമ്മളിതിനകത്തോട്ട് കയറ്റാൻ പോകണം കേട്ടോ. ഇവിടെ നമ്മൾ അന്ന് ലാസ്റ്റ് വന്ന ഓസ്ലറിൻ്റെ വണ്ടിയായിട്ടാണ്. ഇവിടെയാണ് വണ്ടിയുടെ AC ആയിട്ട് തരാം. നമ്മളവിടെ നിന്ന് ഇറങ്ങേണ്ട വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. എന്നാലും ഇപ്പോൾ ഫോൺ നല്ല ചൂടുണ്ട് കേട്ടോ. പിടിച്ചോ പിന്നെ സംസാരിച്ചിട്ട് വരാം. അങ്ങനെ ഇവിടെ എല്ലായിടത്തും വണ്ടി കിടക്കുന്നുണ്ടോ, ഫുള്ള് വണ്ടി. വണ്ണസിൻ്റെ വണ്ടി കിടക്കുന്നു. നമ്മുടെ വണ്ണസ് ഇതുകൊണ്ട് കണ്ട നമ്മുടെ വണ്ടി കിടപ്പുണ്ട്. ബിഗ് ബോയ് ഇതേ കിടക്കുന്നത്. നമ്മളിനി വണ്ടി ഇട്ടിട്ട് പോട്ടോ. നാളെ മറ്റന്നാൾ കിട്ടും വണ്ടി. കഴിഞ്ഞിട്ട് എടുക്കാൻ പറഞ്ഞത്. ഗൈസ്, അങ്ങനെ ഫൈനലി വണ്ടി നമ്മൾ ഇട്ടിട്ട് പോകാം കേട്ടോ. അപ്പോൾ അതാണ് വണ്ടി വീട്ടിൽ നമുക്ക് 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. നമ്മളൊന്ന് ട്രെയിൻ എടുത്ത് നേരെ കായംകുളത്തോട്ട് പോവാം. അപ്പോൾ ഇനി നാട്ടിൽ ചെന്നിട്ട് കാണാം. നമ്മളങ്ങനെ തൃപ്പൂണിത്തറ സ്റ്റേഷനിലെത്തി കേട്ടോ, റെയിൽവേ സ്റ്റേഷൻ. ഇനി നമുക്ക് ഇവിടുന്ന് ട്രെയിൻ വിളിച്ചിട്ട് വേണം, ട്രെയിൻ വന്നിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ. ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി വീട് എടുക്കാതെ.